ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛൻ അഭിയോട് അമലിനെ വിളിക്കാൻ പറയാം. നീ കാര്യമൊന്നും പറയണ്ട, അമലിനോട് ഇന്ന് ഇത്ര വരെ വരാൻ പറയാൻ പറഞ്ഞു. അപ്പം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ അഭി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, അമലിനോട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ വിട്ട് അച്ഛന് പോകാൻ കഴിയില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത് സത്യമായി എന്ന് അഭി ഇങ്ങനെ അച്ഛനോട് പറയുക കേട്ടോ. അപ്പോൾ അച്ഛന് ചെയ്തു തീർക്കാൻ ഇനിയും കർമ്മങ്ങൾ ഒരുപാടുണ്ട് മോനെ എന്നും, അല്ലെങ്കിൽ ദേ നീ ഒരിക്കൽ എൻ്റെ കൈ പിടിച്ച് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വായിക്കോട്ടയൊക്കെ വിട്ട് നമ്മുടെ അമല റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛൻ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നതാ. ഇത് കണ്ടപ്പോൾ അച്ഛാ എന്നും പറഞ്ഞൊരു വിളി. നീ ആ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് കയറുവാടാ എന്നും പറഞ്ഞ അച്ഛൻ പെട്ടെന്ന് പുറകോട്ട് നോക്കിയിട്ട് അമൽ വാതിലടച്ച് കുറ്റിയിട്ടു. അമലിനാണ് അത്ഭുതം, അമലിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ സ്വപ്നം കാണുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി അമൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുക കേട്ടോ. അപ്പം അച്ഛൻ എഴുന്നേക്കാനൊക്കെ പറ്റുമോ? ഇത് എപ്പോൾ സംഭവിച്ചു എന്നൊക്കെ അമല നിറഞ്ഞു ചോദിച്ചു. എടാ, അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റുമെന്നും നമ്മുടെ മുന്നിൽ അച്ഛൻ അഭിനയിച്ചതാണെന്നും അമലിനോട് പറയാം. സത്യമാണ് അച്ഛൻ ഈ പറയുന്നതൊക്കെ. പിന്നെ ഈ വിവരം നിങ്ങൾ രണ്ടുപേരുടെയും മാത്രം മനസ്സിലേ ഇരിക്കാവുള്ളൂ. ജാനകി പോലും ഈ സത്യം അറിയാൻ പാടില്ല. അപ്പം എന്തിനാ അച്ഛാ ഇതേ കിടപ്പ് തന്നെ അച്ഛൻ ഇവിടെ കിടക്കുന്നേ? എപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് എന്ന് കാത്തു നിൽക്കുന്നവരുടെ ചോദ്യം അവസാനിക്കണ്ടേന്ന് അഭി ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ ഈ കിടപ്പ് കിടന്നപ്പോഴേ എൻ്റെ ഭാര്യ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. എൻ്റെ നാശം കാണാൻ ആഗ്രഹിച്ചവർ സെലിബ്രേറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഞാൻ ഈ നാടകം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും നിങ്ങളായിട്ട് അത് തിരുത്താനൊന്നും നോക്കണ്ടെന്നും അച്ഛൻ മക്കളോട് രണ്ടുപേരോടുമായിട്ട് പറയാം. പിന്നെ അച്ഛൻ എഴുന്നേറ്റ് നിന്നു എന്ന് കരുതി ഞാൻ ആരോഗ്യവാനാണ് എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട എന്ന കാര്യവും അച്ഛൻ മക്കളോടൊന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി. അത് എൻ്റെ അവസ്ഥ അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മക്കളെ. ഇനി ഞാൻ വീണു പോകുന്നതേ മരണത്തിലേക്കാണെന്ന കാര്യവും അച്ഛൻ ഇങ്ങനെ മക്കളോട് പറയുക. അപ്പം അത് കേട്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര ഒരു വിഷമം. അതിനു മുൻപ് അച്ഛന് ഈ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യണവിടാ. എൻ്റെ ഈ രണ്ടു മക്കൾക്കും ഒപ്പം അച്ഛൻ അടിച്ച് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞു. എടാ, ഫുൾ സമയവും അച്ഛന് നിങ്ങൾക്കൊപ്പം ആഘോഷിക്കണമെന്നും പറഞ്ഞു. എന്നിട്ടേ അച്ഛൻ ഈ ജീവിതത്തിൽ നിന്നും പോവത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുണ്ട് അച്ഛൻ്റെ കൂടെ, ഞങ്ങളുണ്ടല്ലോ എന്ന് അമൽ പറയണു. അപ്പോഴേക്കും അഭിയും അച്ഛനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ മൂന്ന് മക്കളും കൂടെ രണ്ട് മക്കളും കൂടെ അച്ഛനെ ഇടം വലം നിന്ന് ചേർത്ത് പിടിക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞു, രാവിലെ ആയി. അച്ഛൻ നല്ല ഉറക്കം. എഴുന്നേറ്റിട്ട് കൈയൊക്കെ ഇങ്ങനെ എടുത്ത് തിരുമുന്നു, കാലൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു ഓടിച്ചും വളച്ചും ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക. അതിനുശേഷം പതുക്കെ അദ്ദേഹം ഇങ്ങനെ ഏറ്റു നടന്നപ്പോഴത്തേക്കും ജാനകി രാവിലെ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റതുപോലെ തന്നെ കിടന്നു. കണ്ണടച്ച് ഇങ്ങനെ കിടക്കുവാട്ടോ. അപ്പോൾ ജാനകി ഇങ്ങനെ അച്ഛാ എന്ന് വിളിച്ച് അകത്തേക്ക് വന്നു. മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അഭി ഓടി അച്ഛൻ്റെ മുറിയിലേക്ക് പോവും. അപ്പോഴാണ് അപർണ വാതിൽ തുറന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളിങ്ങനെ അടിമുടി നമ്മുടെ അഭിയെ നോക്കുക. അപ്പോൾ അഭി ഇവളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയിട്ടോ. ഇവളെന്തൊക്കെയോ ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ടേ. ഇവളെന്തൊക്കെയോ ആലോചിച്ചിട്ട് നേരെ അഭിയുടെ പിന്നാലെ പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. കാരണം ഇവരെന്താ പറയുന്നതെന്ന് അറിയാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ അഭി ഓടി വന്നു. നോക്കുമ്പോൾ എന്താ മുറി തുറന്നു കിടക്കുക. ദൈവമേ, അച്ഛൻ ഇതെവിടെ പോയെന്ന് ഓർത്ത് ചാടി ഓടി മുറിക്കകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഭാഗ്യത്തിന് നമ്മുടെ ജാനകി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയം അഭി ഓടി വന്നു. അത് അച്ഛനിപ്പോൾ ഉണർന്നതേ ഉള്ളോ എന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ വിളിച്ചപ്പോഴാണ് കണ്ണ് തുറന്നതെന്ന് പറഞ്ഞു ജാനകി പോയിക്കോ, അച്ഛന് ഞാൻ ചായ കൊടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് ജാനകി പറഞ്ഞു വിടാൻ നോക്കുക. അപ്പോൾ ചൂടുള്ള ചായ സ്പൂണിൽ വേണം കോരി കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞു. എന്താ, എനിക്കതിനൊന്നും കഴിയത്തില്ലേ, നീ അതിങ്ങനെ തന്നേ അടുക്കളയിലോട്ട് ചെല്ല, ഞാനത് അച്ഛന് കൊടുത്തോളാമെന്ന് പറഞ്ഞു. എന്നും ഈ നേരത്ത് അച്ഛന് ചായ കൊടുക്കാൻ അഭിയുടെ മരണം കേട്ടോ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ രാവിലെയുള്ള കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി ജാനകി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ജാനകി അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പ് വരുമ്പോൾ ഒരു വല്ലാത്തൊരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും അച്ഛൻ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ പതുക്കെ എഴുന്നേറ്റു. എടാ, ആ ചായ ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛാ നീ വാതിൽ വേഗം കുറ്റിയിടാൻ പറഞ്ഞു. ചൂട് ചായ കുടിച്ചിട്ട് കുറേ ദിവസമായെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വേഗം തന്നെ ചായ ഊതി കുടിക്കാം. മകൻ ഓടി വന്നു വാതിലടച്ച് കുറ്റിയിട്ടു. അപ്പം മകൻ അച്ഛനെയും അഭിയേയും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാതിലടച്ച് കുറ്റിയിട്ടത്. അച്ഛനിരുന്ന് ഇങ്ങനെ ഊതി ചായ കുടിക്കുമ്പോൾ ചൂട് ചായ ഇങ്ങനെ ഊതി കുടിക്കാൻ കൊതിയാവുകയാടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് മനസ്സിലാക്കിയാലും ഞാൻ ഓടി വന്നത് എന്ന് നമ്മുടെ അഭി അച്ഛനോട് പറയാം. അപ്പോൾ നല്ല ചായ ആടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അപർണ തമ്പുരാട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരിക. അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നത്. ജാനകി അവളെ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് പോയി. അപ്പോഴത്തേക്കും അപർണയ്ക്ക് ഭാര്യയ്ക്ക് പിന്നാലെ അഭി എന്തിനാ തിരക്ക് പിടിച്ച് അച്ഛൻ്റെ റൂമിലേക്ക് ഓടിയത്?
എന്താ കാര്യം എന്ന് പറഞ്ഞു ആലോചിച്ചുകൊണ്ട് തമ്പുരാട്ടി എന്ത് ചെയ്തു, നേരെ അച്ഛൻ്റെ മുറിയുടെ വാതിലേക്ക് പോവുക. അപ്പോൾ അബി ഇവിടെ പറയുവാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപർണ അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു, അവളെ ഒന്ന് സൂക്ഷിക്കണം അച്ഛാന്ന്. അപ്പോൾ ആ സമയത്ത് ആണോ, എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കണം മക്കളെ, നമുക്ക് തുടങ്ങാം എന്ന് അച്ഛൻ പറഞ്ഞു. എന്നാൽ അബിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ അപർണയെ അവിടെ ഇട്ട് ഓരോ ഇങ്ങനെ വാർത്ത് കോരുവാണ്. അപ്പോഴേക്കും അവൾ വാതിൻ്റെ മുന്നിൽ വന്നിങ്ങനെ ചെവിയോർത്ത് ഇങ്ങനെ നിൽക്കും ഇവർ പറഞ്ഞ എന്താണെന്ന് കേൾക്കാൻ. അപ്പോഴത്തേക്ക് അച്ഛൻ, മോളെ ഇതൊന്നും കണ്ട് നീ സന്തോഷിക്കണ്ട, അതിനായി എന്നെ പ്രേരിപ്പിക്കുകയും വേണ്ട എന്ന് അച്ഛൻ അവിടെ ഇരുന്ന് പറയുന്നു. അപർണ കേൾക്കുക കേട്ടോ. അപ്പം എന്തിനാ അച്ഛൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, എത്ര നാൾ അച്ഛൻ ഇങ്ങനെ കിടക്കും? അപ്പോൾ അച്ഛന് ചിരി വരുന്നുണ്ട് കേട്ടോ. അപർണ കേട്ടിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കാരണം തന്തേക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അച്ഛനും മോനും കൂടെ, എനിക്കറിയാം എൻ്റെ സമയം അടുത്തു എന്നുള്ളത്, എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധുക്കൾക്കിടയിൽ ഇങ്ങനെ തളർന്നു കിടന്ന് മരിക്കണോ എനിക്കെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടിക്കൊണ്ടൊക്കെ ചിരിച്ചോണ്ട്, ഇവളാണെങ്കിൽ കഥ കേൾക്കാനായിട്ടുള്ളൊരിതില്ല. അതാണ് എൻ്റെ ഇപ്പോൾ ഇവൾ വാതിൽ തുറന്നകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ അതാണ് എൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ കിടന്ന് കണ്ണടയ്ക്കണ്ട എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ അച്ഛൻ കരഞ്ഞു പറയുമ്പോൾ ശരി ശരിയെന്ന് പറഞ്ഞു മകൻ ഇങ്ങനെ തലയാട്ടോ കേട്ടോ. വീട്ടിൽ കിടന്ന് മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കൊള്ളാം എന്നും പറഞ്ഞു അപർണ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അച്ഛനും മോനും കൂടെ ഇങ്ങനെ കൈ അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പ്രഭാവതി എന്ന് പറയുന്ന മുതലിനെയാണ്. പ്രഭാവതി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മതേ പ്രഭാവതിയുടെ അടുത്തേക്ക് വരുവാണ്. അവരായി അവരുടെ പാടായി, അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മരുമകളോട് പറയാം, സൂര്യക്ക് ഇപ്പം നമ്മളെ ആരെയും വേണ്ടാതായി, മരിക്കാൻ കിടക്കുകയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാത്തത് കഷ്ടം എന്നൊക്കെ അമ്മ. എല്ലാവരെയും ഇങ്ങനെ വെറുപ്പിച്ച കണ്ണടയുമ്പോൾ തലക്കിലിരുന്ന് കരയാൻ മോനും മരുമോളും മാത്രം മതിയോ എന്നൊക്കെ അമ്മ. അതെന്ത് ഈ സമയത്തെങ്കിലും ഇവന് ഓർക്കാത്തത്? അമ്മയുടെ മോൻ്റെ കാര്യം എന്നോട് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ഭാര്യ അമ്മായിമ്മയോട് ചോദിക്കുന്നു. അമ്മയ്ക്ക് നേരിട്ട് തന്നെ അങ്ങോട്ട് പോയി ചോദിച്ചൂടെ? എൻ്റെ പൊന്നോ, ഒരു പ്രാവശ്യം ഞാൻ കാണാൻ പോയത് തന്നെ എനിക്ക് മതിയായിരിക്കാം, ഇതുവരെ അതെൻ്റെ മനസ്സിൽ നിന്ന് പോലും പോയിട്ടില്ലെന്ന് താടക പറയുവാണ്. ഞാൻ നിന്റെ കൂടെ ചേർന്നത് അവന് പിടിക്കാതെ പോയത്, അതിനപ്പോൾ അമ്മ എന്താ ചെയ്തതെന്ന് പ്രഭാവതി തിരിച്ചു ചോദിച്ചു. അത് അമ്മ തന്നെ ഒന്ന് പറഞ്ഞറിഞ്ഞാൽ കൊള്ളാം. അപ്പം നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ഞാനാണെന്നല്ലേ അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആധാരം മൃദു പതിപ്പിക്കാൻ നിന്നെ പറഞ്ഞു വിട്ടത് ഞാനാണെന്നല്ലേ അവൻ കരുതി വെച്ചിരിക്കുന്നത്? അതിലെന്ത് ഇത്ര സംശയമായിട്ടുള്ളതെന്ന് അന്നേരം പ്രഭാവതി ചോദിച്ചു. പ്രഭാവതി, നിന്റെയും നിന്റെ മക്കളുടെയും നന്മയ്ക്ക് കരുതിയല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുള്ളൂ. അപ്പം അമ്മയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അതിനെ തരാതരം പോലെ ആരെയും അമ്മ കൂട്ടുപിടിക്കും. ആവശ്യം കഴിഞ്ഞാൽ അമ്മ പുറം തള്ളി കളയുകയും ചെയ്യും. അതിപ്പോൾ ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തേ. നീ തന്നെ എന്നോട് പറയടി, നീ എങ്ങനെയാ ഈ വീട്ടിൽ വന്ന് കയറിയതെന്ന് നീ മറന്നു പോകരുതെന്ന് അമ്മ മരുമകളോട് പറയുമ്പോൾ അപർണമോൾ അങ്ങോട്ടേക്ക് വന്നു. സംസാരം അച്ഛനെ പറ്റിയാണെന്ന് മനസ്സിലായെന്നും പറഞ്ഞു. സൂര്യയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നീയെ വിചാരിച്ചിട്ട് കഴിഞ്ഞോ എന്ന് മുത്തശ്ശി ചോദിക്കുക അപർണയോട്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന സൂര്യക്ക് പിറ്റേന്ന് മരണം ഉറപ്പാണെന്നല്ലേ നീ പറഞ്ഞു നടന്നത് എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചിരിക്കുക. അവൻ്റെ ഇപ്പോൾ മണി പോലെയല്ലേ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. വന്നിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ലല്ലോ, അച്ഛൻ്റെ നില ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. വന്ന് കാണാൻ ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല, ഉണ്ടെങ്കിൽ അവരെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. മുറിയിൽ ചെന്ന് കണ്ടിട്ടാണോ നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്ന് പ്രഭാതി ചോദിച്ചപ്പം മുറിക്കകത്തെ സംസാരം എന്താണെന്ന് അറിയാൻ ഞാൻ വാതുക്കൾ ചെന്ന് നിന്നപ്പോൾ അച്ഛൻ്റെയും അഭിയുടെയും സംസാരം ഞാൻ കേട്ടതാ. ഭർത്താവ് മരിക്കാൻ ഭാര്യയും സ്വന്തം മകൻ മരിക്കാൻ അമ്മയും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന വൃത്തികെട്ട കുടുംബം. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ അച്ഛൻ്റെ മരണം നടക്കുമെന്നാ. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചൊന്ന് പറയട്ടെ. അച്ഛൻ എവിടേക്കോ ബിസിനസ് ആവശ്യത്തിന് പോകുന്ന കാര്യം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതും പറഞ്ഞ് അപർണ പോയ സമയത്തും പ്രഭാവതി, എനിക്ക് തോന്നുന്നതേ അണയാൻ പോകുന്ന വിളക്ക് ആളി കത്തുന്നതാണോ എന്നാണെന്ന് പറയുമ്പോഴും പ്രഭാവതി ഒരു മൈൻഡും ഇല്ലാതിരിക്കുക. അതിനുവേണ്ടി തന്നെയാ അവൻ ഹോസ്പിറ്റലിൽ കിടന്നു മരിക്കാതെ വീട്ടിലേക്ക് വരാൻ വാശി പിടിച്ചതെന്നൊക്കെ പറയണു അമ്മ. എന്നിട്ട് എല്ലാവരെയും അവൻ വെറുപ്പിക്കുകയാണ് ചെയ്തത്. കഷ്ടം എന്നല്ലാതെ അതിനെന്തു പറയാനാ എന്നൊക്കെയാണേ ആ തള്ള പറയണത്. കണ്ണടയാൻ നേരം ഒരു തുള്ളി വെള്ളം കൊടുക്കാനേ അമ്മയും ഭാര്യയും പോലും അടുത്തില്ല എന്നും പറഞ്ഞ് വലിയ ന്യായം പറയുക. ഇത് വല്ലാത്തൊരു വിധിയായി പോയി. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് തള്ളച്ചി അവിടെ നിന്ന് പോയി. പ്രഭാവതി അവിടെ നിൽക്കുന്നു. ഈ സമയം പിന്നെ ജാനകി ആണെന്നുണ്ടെങ്കിൽ അഭിക്ക് ചായ കൊണ്ടേ കൊടുക്കുക. എന്നിട്ട് അഭിയേട്ടാ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഞാൻ പേടിച്ചതുപോലെ ഒന്നും അച്ഛനുണ്ടായില്ലെന്നും ആള് കുറച്ചുകൂടെ സ്മാർട്ടായതുപോലെ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അപ്പം നിനക്കങ്ങനെ തോന്നിയോ എന്ന് അഭി ജാനകിയോട് ചോദിച്ചു. പിന്നെ അച്ഛൻ്റെ മുഖത്തൊരു പ്രസരിപ്പൊക്കെ എനിക്ക് തോന്നണുണ്ടെന്നൊക്കെ പറഞ്ഞു. അഭി ഇങ്ങനെ ചിരിക്കുക. അത് വീട്ടിൽ വന്നതിൻ്റെ ആകുമെന്ന് അഭി ഇങ്ങനെ പറഞ്ഞു. അച്ഛനൊന്ന് എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നാ എൻ്റെ പ്രാർത്ഥന.
എത്രയോ പേര് വീൽ ചെയറിലൊക്കെ ജീവിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞു കേട്ടോ. കൂടുതലൊന്നും വേണ്ട, ദൈവം അത്രയെങ്കിലും കരുണ അച്ഛനോട് കാണിച്ചാൽ മതിയെന്ന് പറയുമ്പം ദൈവം ഇതിൽ കൂടുതൽ എന്ത് കരുണയാണ് നമ്മളോട് കാണിക്കാനുള്ളത്? അച്ഛനോട് കാണിക്കേണ്ട കരുണയൊക്കെ ദൈവം കാണിച്ചില്ലേ? അപ്പോൾ അച്ഛൻ ഇങ്ങനെ തന്നെ കിടന്നാൽ മതിയെന്നാണോ അഭിയേട്ടൻ പറയുന്നത്? അപ്പോൾ അച്ഛൻ എഴുന്നേറ്റിരിക്കുന്ന കാഴ്ചയല്ലേ നീ കാണാൻ ആഗ്രഹിക്കുന്നത്? നീ അത് കാണുമെന്ന് അഭി ഇങ്ങനെ പറയുന്നു. അച്ഛനെ ദൈവം അങ്ങനെയൊന്നും തളർത്തി കിടത്തില്ലെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോൻ്റെ ജീവൻ പോകുന്നതും കാത്ത് നീ ഹോസ്പിറ്റലിൽ നിന്നിട്ട് നടന്നില്ല അല്ലേടാന്ന് ചോദിച്ചോണ്ട് ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവിടുന്ന് നീ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവൻ്റെ മരണം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പം മകൻ്റെ കാര്യത്തിൽ മുത്തശ്ശിക്ക് ഇത്രയും ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും പിന്നെ ഞാനായിട്ട് എന്തിനു പിന്നെ മുന്നോട്ട് പോകണമെന്ന് അഭി അന്നേരം തളച്ചോടി ചോദിച്ചു. പിന്നെ അച്ഛന് വീണ്ടും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകാമെന്നും അഭി പറഞ്ഞു കേട്ടോ. ഇത് തന്നെയാ അപർണയോട് ഞാനും പറഞ്ഞത്. പിന്നെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ നേരെ തിരിയുമെന്ന് ജാനകി പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നീ ഇവനും സൂര്യ കൊല്ലിക്കാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് അറിയാമെന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അഭി ചാടി അങ്ങ് എഴുന്നേറ്റു. ജാനകി, മുത്തശ്ശിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നമുക്കത് തീർത്തു കൊടുക്കണമെന്ന് അഭി നേരം പറഞ്ഞു. നീ പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഒരു ആംബുലൻസ് വരുത്താം. ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്താൻ ഒരു 15 മിനിറ്റ് മതിയെന്നും അച്ഛനെ കൊല്ലാനാണ് നമ്മൾ കൊണ്ടുവന്നതെന്നാണല്ലോ മുത്തശ്ശി പറയുന്നത്. ആ നിലയ്ക്ക് ഇനി നമ്മൾ അച്ഛന് കൂട്ടിരിക്കാൻ പാടില്ല എന്നും അഭി ഇങ്ങനെ പറയപ്പോൾ തളച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. തള്ളയുടെ ഭാവം പോകുന്നതൊക്കെ നമ്മുടെ ജാനകി നോക്കുന്നുണ്ടേ. മുത്തശ്ശിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. മുത്തശ്ശി തന്നെ ഇന്ന് മുതൽ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറഞ്ഞു. സഹായത്തിന് ഒരാളെയും വെക്കാം എന്നും പറഞ്ഞിട്ട് തള്ള ഇങ്ങനെ നിൽക്കുക. അഭിയേട്ടൻ പറഞ്ഞതാ 100% ശരി. നമ്മൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനിയും നമ്മൾ അതിന് പോകാത്തത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല, മകൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടല്ലേ മുത്തശ്ശി വന്നിരിക്കുന്നത്. മുത്തശ്ശി വേഗം റെഡിയാകും, ഞാൻ ആംബുലൻസ് വിളിക്കാം എന്നും പറഞ്ഞ് അഭി നമ്പർ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും തള്ള 4 പാട് നോക്കിയിട്ട് ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്കും മുത്തശ്ശി പോവലെ, ആംബുലൻസ് ഇപ്പോൾ വരും, മുത്തശ്ശി പോവലെ, അവിടെ നിൽക്കെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വിളിച്ചു. തള്ള ജീവനും കൊണ്ട് ഓടി. നമ്മളെ ലക്ഷ്യം വെച്ച് വരുന്നവരോടൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കണം. അത് അച്ഛനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടല്ല എന്ന് നമുക്കറിയാലോ അഭിയേട്ടാ. അത് മതി, പിടിച്ചു നിൽക്കാൻ ഇതുപോലെ പ്രതികരിച്ച് തുടങ്ങിയേ പറ്റുമെന്ന് ജാനകി തറപ്പിച്ചു പറഞ്ഞു. മുത്തശ്ശിയോടി ഓട്ടം നീ കണ്ടതല്ലേ എന്ന് അഭി അന്നേരം ചോദിച്ചു. അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പം അഭിയേട്ടനും ഒന്ന് റിലാക്സ് ആയതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നതെന്നുള്ള കാര്യം നമ്മുടെ ജാനകി അന്നേരം അഭിയോട് ഇങ്ങനെ പറയുവാണേ. പിന്നെ US നിന്ന് ലീവിന് വന്നൊരു ഡോക്ടറുടെ കാര്യം അഭിയേട്ടൻ പറഞ്ഞിരുന്നില്ലേ? അദ്ദേഹം അച്ഛനെ കാണാനോ മറ്റോ വരുമോ എന്ന് ചോദിച്ചു. അയാൾ വരും, നീ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അഭി അവിടെ നിന്ന് പോയി. ജാനകി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമല് പതുക്കെ റൂമിൽ വന്ന് അച്ഛനെ വിളിച്ചു. അച്ഛനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ കിടക്കുക. അപ്പോൾ അമലും അച്ഛനും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ വന്ന് വാതിൽ മുട്ടി. അമലിനോട് വാതിൽ തുറക്കാൻ പറഞ്ഞു. അമല് ചെന്ന് വാതിൽ തുറന്നപ്പം വന്നിരിക്കുന്നത് ആരാ? ആ വീട്ടിലെ നല്ല ഒന്നാന്തര സ്നേഹനിധിയായ പുത്രൻ അജയ് ഇങ്ങനെ വന്ന് അച്ഛനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അമലപ്പോൾ ഒരു ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അല്ല, അജയേട്ടൻ എപ്പോൾ എത്തി? ആരോടും പറയാതെ ഒറ്റ ഒരു പോക്കായിരുന്നല്ലോ എന്ന് അമല് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു കര പിടിക്കണ്ടേടാ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും പറയുവാണ് ചേട്ടൻ. എന്നിട്ട് അച്ഛനെ പുച്ഛിച്ചൊരു നോട്ടവും. അങ്ങനെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മകനെ ഇങ്ങനെ നന്നായി നോക്കി നിൽക്കുക. അപ്പം അജയേട്ടൻ്റെ സംസാരം കേട്ടാൽ തോന്നും ഞാനേതോ വൻകര പിടിച്ചു എന്നുള്ളതാണല്ലോ എന്ന് അമല് പറഞ്ഞു. അജയേട്ടനും ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ഒരു കമ്പനിയിലെ CEO മാത്രമാണ് ഞാൻ, വെറും ഒരു ശമ്പളക്കാരൻ. ആരിനി MD കസേരയ്ക്ക് അവകാശം ചോദിച്ച് വരാനാ? വരേണ്ട ആൾ ദേ കിടക്കുകയല്ലേ എന്ന് ചോദിച്ചു. ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിയതാണെന്നും അച്ഛനെ സ്വന്തം റിസ്കിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോളാനായിട്ട് ഡോക്ടർ പറഞ്ഞതായിട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. രണ്ടായാലും അവസ്ഥ ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അജയ് പറഞ്ഞപ്പം അജയേട്ടനെല്ലാം കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ എന്ന് അമല് ചോദിച്ചു. ഞാൻ വന്നത് അച്ഛൻ അറിഞ്ഞതായി നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ അച്ഛനോട് പറയാനുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അജയേട്ടനൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അമല്. ഞാൻ വരുമ്പോഴും ഇതേ കിടപ്പ് തന്നെയായിരുന്നു, ബെഡ്ഷീറ്റ് മാറ്റിയ സമയം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞു ചെന്നാൽ അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു. അച്ഛാ എന്നും പറഞ്ഞ് ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മലാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വിളിക്കുകയാണേ.
കമാന്നൊരക്ഷരം ആ മനുഷ്യൻ മിണ്ടിയില്ല. ബോധം പോയെന്നാണ് തോന്നുന്നത്. ഇനി അധിക ദിവസമൊന്നും ഉണ്ടാവത്തില്ല അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അജയ് ഇങ്ങനെ പറയുമ്പോൾ അമലിന് ദേഷ്യം വരുന്നുണ്ട്. മരണത്തിൻ്റെ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് അമൽ അന്നേരം ചോദിച്ചു. ഇതുപോലെ കിടക്കുന്നവരുടെ അസുഖം മാറിയോന്ന് അറിയാൻ വന്നിട്ട് പോയവന്മാരായിരിക്കും പിറ്റേ ദിവസം തട്ടിപ്പോയെന്ന് വാർത്ത വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അമൽ ഇവനിട്ട് ഒരു ഡോസും അങ്ങ് കൊടുത്തു. അപ്പോൾ അത് കൊള്ളാടെ മോനെ, നല്ല മറുപടിയാണെന്ന് അച്ഛൻ മനസ്സിൽ അന്നേരം പറയാം. എന്നിട്ട് ചെറിയൊരു പുഞ്ചിരിയും ഉണ്ട് അച്ഛന്. അങ്ങനെ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു നമ്മുടെ അമൽ. ഇവനാണെങ്കിൽ കൈയൊക്കെ എടുത്ത് പൾസും കാര്യങ്ങളൊക്കെ എന്നിട്ട് നോക്കുക. എല്ലാം സ്ലോ ആയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു 2-3 ദിവസത്തിനപ്പുറം പോവത്തില്ലെന്നാണ് അജയുടെ കണ്ടുപിടുത്തം. മോൻ അച്ഛന് മരണസമയവും കുറിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സൂര്യ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക. അച്ഛൻ കൈവലിച്ച് ചെകിട്ടത്തൊന്നും തന്നാലുണ്ടല്ലോ അജയേട്ടൻ നിലവിളിച്ച് ഇവിടുന്ന് ഇറങ്ങി ഓടുമെന്ന് അമൽ പറഞ്ഞു. അപ്പം അത് തന്നെയാണ് അച്ഛനും ഓർത്തത്. ഒന്ന് കൊടുക്കാമെന്ന് ഞാൻ കരുതിയതാ, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. അപ്പം നീ എന്താടാ അത് അങ്ങനെ പറഞ്ഞതെന്ന് അജയ് അന്നേരം ചോദിച്ചു. അച്ഛൻ്റെ കൈ താഴെ ഇടുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അച്ഛൻ ആരോഗ്യത്തോടെ ആയിരുന്നെങ്കിലേ അജയേട്ടൻ്റെ ചെകിടം അടിച്ചു പൊട്ടിച്ചേനേന്ന്. ഇനി ഇയാൾ എന്ത് ചെയ്യാനാടാ? ചെയ്തു കൂട്ടിയതിൻ്റെ ശിക്ഷയല്ലേടാ ഇങ്ങനെ കിടന്ന് ഇയാൾ അനുഭവിക്കുന്നതെന്നൊക്കെ അജയ് പറയണം. ഇതൊക്കെ കേട്ട് നമ്മുടെ അമൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുക. ആ എസ്റ്റേറ്റ് വിറ്റതിൻ്റെ ഷെയർ തരാനായിട്ട് ഞാൻ കെഞ്ചി പറഞ്ഞതാ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. കിടന്ന് അനുഭവിക്കട്ടെ എന്നാണ് അജയ് പറഞ്ഞത്. പക്ഷെ കിടന്ന് അനുഭവിക്കുന്നതൊന്നും അച്ഛനറിയുന്നില്ലല്ലോ എന്ന് അമൽ. അതാണ് എൻ്റെ നിരാശ. ഇയാൾക്ക് നല്ല ബോധം വേണമായിരുന്നു. മറ്റുള്ളവരോ സഹതാപത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട് കണ്ണ് നിറയണമായിരുന്നു. അതായിരുന്നു വേണ്ടത്. അത് കാണാൻ പറ്റാതെ പോയി. അപ്പോൾ വിശ്വനാഥന് മരുമകനായി കിട്ടേണ്ടിയിരുന്നത് ഇവനെ ആയിരുന്നു എന്ന് നമ്മുടെ അച്ഛൻ എന്നിട്ട് മനസ്സിൽ പറയാം. മതി അച്ചേട്ടൻ പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ലെന്ന് നമ്മുടെ അമൽ അന്നേരം പറഞ്ഞു കേട്ടോ. അടിക്കും നിന്നെ ഞാൻ. അപ്പം നിനക്ക് നന്ദി കാണിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാടാ. കൂടെ നിന്ന് വാലാട്ടി കാണിക്കടാ നീ എന്നും പറഞ്ഞ അജയ്. ഇനി വേറെ ഒരുത്തനും കൊണ്ട് ഉണ്ടല്ലോ ആബി, അവനവിടെ പോയി, അവനെ കണ്ടില്ലല്ലോ. അപ്പം ആ ചേട്ടനോട് പോകാനാണ് ഞാൻ പറഞ്ഞതെന്ന് അമൽ. അപ്പോൾ ഒരു മകൻ അച്ഛന് ജീവൻ കൊടുക്കാനും മറ്റൊരു മകൻ അച്ഛൻ്റെ മരണസമയം കുറിക്കാനും. അങ്ങനെ അച്ഛൻ്റെ മരണസമയം കുറിക്കാൻ വന്നവനെ അടിച്ച് പുറത്താക്കി നമ്മുടെ അമൽ. എന്നിട്ട് വാതിൽ അടിച്ച് കുറ്റിയിട്ടു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അമലാണെങ്കിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഈ ഒരേ കിടപ്പ് തന്നെ ഇവിടെ കിടക്കില്ല. അച്ഛൻ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ പറ, ഞങ്ങൾ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുക, എന്തിനു വേണ്ടിയാണ് അച്ഛൻ ഈ നാടകം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത് കേട്ടപ്പോൾ അച്ഛൻ ഒരു ചിരി അങ്ങ് ചിരിച്ചു. പക്ഷെ അമലിനും ഒന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അജയ് കെട്ടും കിടക്കായിട്ട് വന്ന് കയറുന്നത് അപർണ കണ്ടു. അജയ് എന്നും പറഞ്ഞു വിളിച്ചു കേട്ടോ. അപർണ എന്നും പറഞ്ഞ് ഇവൻ അങ്ങ് ചെന്നു. ടൂറൊക്കെ കഴിഞ്ഞ് എപ്പോൾ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ടൂറെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണെന്ന് വളരെ ഇതായിട്ട് അപർണയോട് സംസാരിക്കുമ്പോഴത്തേക്കും നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പിണക്കത്തിലോ മറ്റോ ആയിരിക്കും എന്ന്. അപ്പം നിരഞ്ജന ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. പിണക്കോ? എന്തിന്? അല്ല, അജയ് ഒരു യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഫ്രണ്ടിനെയൊക്കെ കാണാൻ പോകുമ്പോഴേ നിരഞ്ജനയെ കൂടെ കൂട്ടാമായിരുന്നു, അതാ ഉദ്ദേശിച്ചത്. ഇവളാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലേക്ക് ചെറിയൊരു കൊളുത്തിട്ട് കൊടുക്കും. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ എന്ത് ബിസിനസ്സാണ്? ഭാര്യ പോലും അറിയാതെ അജയ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ബിസിനസ്സല്ലേ അത്. അജയ് പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ഇവിടെ എത്തിച്ചു തരാൻ ആളുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി. നിരഞ്ജന എന്നേരം ഇവനെ ചോദ്യം ചെയ്യുക. അപ്പോൾ അപർണ പറഞ്ഞ കാര്യങ്ങൾ നിരഞ്ജന അജയോട് പറയുവാണ്. അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കണേ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്തൊക്കെ വീഡിയോ കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.